ദിസ് ഇസ് ആമി ഫ്രം ഫിൽട്ടർ ബൈജും. അപ്പോൾ നമ്മുടെ രുദ്രമിത്രയുടെ ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇടാൻ പറ്റാൻ ഞാൻ വേറൊന്നും കൊണ്ടല്ല, നെറ്റ് ഇഷ്യൂ കൊണ്ട് തന്നെയാണ്. നെറ്റ് എനിക്കിട്ട് പണി തരാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായി. ഹാർഡ് കോർ ഫ്രണ്ട്ഷിപ്പും എനിക്ക് അതുകൊണ്ടാണ് കറക്റ്റ് ടൈമിൽ ഇടാൻ പറ്റാഞ്ഞത്. അപ്പം എന്തായാലും ഇതെങ്കിലും കറക്റ്റ് സമയത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വയനാടിന്റെ മനോഹാരിത ഒരു കുഞ്ഞുകുട്ടിയെ പോലെ നോക്കിക്കാണുകയായിരുന്നു മിത്ര. ഇടയ്ക്കിടയ്ക്ക് രുദ്രന്റെ മിഴികൾ മിത്രയെ തേടി പോകുന്നുണ്ടെങ്കിലും അവനതത്ര കാര്യമാക്കിയില്ല. വണ്ടിയുടെ ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് അല്പം സ്പീഡ് കൂട്ടി രുദ്രൻ തന്റെ താറ് പറപ്പിച്ചു വിട്ടു. ഏകദേശം നട്ടുച്ചയോട് അടുത്തിരിക്കുന്നു. ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടി വരുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു മഴ പ്രതീക്ഷിക്കാം. മഴ പെയ്താൽ വയനാട്ടിലൂടെയുള്ള യാത്ര അല്പം ദുസ്സഹരമാണെന്ന് രുദ്രൻ അറിയാം. താൻ തനിച്ചാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ കൂടെ ഒരു പെൺകുട്ടിയുള്ളത് കൊണ്ട് തന്നെ രുദ്രൻ അല്പം വേഗത്തിൽ തന്നെ വണ്ടി ഓടിച്ചു പോയി. എടാ വർക്കി, നമ്മുടെ മാനന്തവാടി ജംഗ്ഷനിൽ ഡൊമിനിക്കും പിള്ളേരില്ലേടാ? എന്തിനാ ചേ ഡൊമിനിക്കിന്? അവനൊരു വെട്ടുവാത്ത അറിയാലോ. മുന്നിൽ വരുന്നവൻ ആരായാലും രണ്ട് കൊടുത്തിട്ട് അവൻ സംസാരിക്കുകയുള്ളൂ. ആടാ, അവനെ പോലത്തെ ഒരു തന്നെ നമ്മുടെ കൂടെ കൂട്ടം നല്ലതാ. എങ്ങാനും ആ പെണ്ണിന്റെ കൂടെയുള്ള ചെക്കനെങ്ങാനും നമ്മളോടൊന്ന് ഏറ്റുമുട്ടാൻ തോന്നിയാ ഇവനെ കൊണ്ട് രണ്ട് കുടിപ്പിച്ചൊരു മൂലയിലേക്ക് മാറ്റിയിരുത്താം. ചിലപ്പോൾ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടിയില്ലെങ്കിലോ? സെബാസ്റ്റ്യൻ സംശയത്തോടെ വർക്കിയോടായി ചോദിച്ചു. അത് ഇച്ചായം പറഞ്ഞ ശരിയാ, മേല് നോവാൻ എന്നെ കിട്ടില്ല. ഇത് പിന്നെ ഇച്ചായം പറഞ്ഞ പോലെ 4 കാശ് ഏർപ്പെടുന്ന കരുതിയിട്ടാ ഞാൻ ഈ പണിക്ക് ഇറങ്ങി തന്നെ. എന്തായാലും അവനെ കൂടി വിളിച്ച് കൂടെ കൂട്ടാം. അത്രയും പറഞ്ഞ് വർക്കി തന്നെ മൊബൈലിൽ നിന്നും ഡൊമിനിക്കിനെ വിളിച്ചു. 1-2 റിങ് അടിച്ചതിന് ശേഷം ഡൊമിനിക്ക് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, എടാ ഡൊമിനിക്ക്, ഇത് ഞാനാ വർക്കി. ഒരു കോൾ എത്തുന്നുണ്ട്, ആ പറയാൻ വിളിച്ചു. പിന്നെ നിന്റെ ഒരു സഹായവും വേണം. അത്രയും പറഞ്ഞ് വർക്കി സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കിക്കൊണ്ട് ഡൊമിനിക്കോട് പറഞ്ഞു കൊടുത്തു. ഓക്കെ ശരി ഡൊമിനിക്ക്, അവ പറഞ്ഞ പോലെ. അത്രയും പറഞ്ഞ് വർക്കി തന്റെ മൊബൈൽ കട്ട് ചെയ്തു. എന്നതാ ഡൊമിനിക്ക് പറഞ്ഞ്? അവനും പിള്ളേരും സെറ്റാ. പിന്നെ ആ പെൺകൊച്ചിരുന്ന വണ്ടിയുടെ നമ്പർ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് അവന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും നോക്കണ്ട അച്ചായോ, ഡൊമിനിക്കും പിള്ളേരും ആ പെണ്ണിനെ തൂക്കിയെടുത്ത് കൂടെയുള്ളവൻ അടിച്ച് ഇഞ്ചപ്പരുവായിക്കോളൂ. വർക്കി പറഞ്ഞു കേട്ടു സെബാസ്റ്റ്യന്റെ മുഖം തിളങ്ങി. ഹോ എന്റെ കർത്താവേ, ഇപ്പോഴാണ് എനിക്ക് നേരെ ശ്വാസം വീണത്. പെട്ടെന്ന് ആ ട്രാഫിക്കിൽ നിന്ന് പോലീസുകാരും വണ്ടികളെല്ലാം ചെക്കിങ് കഴിഞ്ഞ ശേഷം വേഗം പറഞ്ഞുവിടാൻ തുടങ്ങിയത്. അധികം വൈകാതെ തന്നെ സെബാസ്റ്റ്യന്റെ വണ്ടിയും ബ്ലോക്കിൽ നിന്ന് വകഞ്ഞു മാറി. അവർ മിത്രയുടെ പുറകെത്താൻ വേണ്ടി അതിവേഗത്തിൽ തന്നെ പോയി തുടങ്ങി. മാനന്തവാടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് രുദ്രന്റെ വണ്ടി ഒരു ചെമ്മൺ പാതയിലേക്ക് കയറി. രുദ്രന്റെ താറ് പോകുന്ന കണ്ടതും അത്രയും നേരം എല്ലാ വാഹനങ്ങളും നിരീക്ഷിച്ചിരുന്ന ഡൊമിനിക്കിന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. അവൻ വാട്സാപ്പിൽ വർക്ക് അയച്ച നമ്പറിലേക്കും ജീപ്പിന്റെ താഴെയായി കാണുന്ന നമ്പർ പ്ലേറ്റിലേക്കും മാറി മാറി നോക്കി. അതെ, ഇത് തന്നെ. എടാ പിള്ളേരെ വണ്ടിയെടുക്ക്, അവളെ എത്രയും പെട്ടെന്ന് പൊക്കണം. കേൾക്കേണ്ട താമസം ഡൊമിനിക്കിന്റെ കൂടെയുള്ള ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന 5 പേരും കൂടി ജീപ്പിലേക്ക് പാഞ്ഞു കയറിയതും അവരുടെ ജീപ്പ് രുദ്രന്റെ താറ് ലക്ഷ്യമാക്കി പുറകെ തന്നെ വച്ചു പിടിച്ചു. ആകാശം വല്ലാതെ ഇരുണ്ടുകൂടിയിരിക്കുന്നു. ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ള അവസ്ഥ. എത്ര വേഗത്തിൽ ഓടിച്ചാലും പെട്ടെന്നൊന്നും വനത്തിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരില്ല. അതിനിയും കിലോമീറ്ററുകൾ പോവാനുണ്ട്. ഇനിയിപ്പോൾ ഒരേ വഴിയേ ഉള്ളൂ. ഇതുപോലെ ഇടയ്ക്ക് വരുമ്പോൾ നിൽക്കാൻ വേണ്ടി രുദ്രന്റെ അച്ഛൻ വാങ്ങിയിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇവിടെ. ഇന്ന് ഇവിടെ നിന്ന് നാളെ രാവിലെ വീണ്ടും യാത്ര തുടരാമെന്ന് രുദ്രൻ തീരുമാനിച്ചുറപ്പിച്ചു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് രുദ്രൻ വീണ്ടും വയനാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് ഹൗസുള്ള സ്ഥലം രുദ്രൻ മറന്നുപോയിരുന്നു. തനിക്ക് സ്ഥലം തെറ്റിയോ? താറൊന്ന് പതിയെ സ്ലോ ചെയ്തുകൊണ്ട് ചുറ്റുപാടൊന്ന് നോക്കിയവൻ വാച്ചിലേക്ക് സമയം നോക്കിയപ്പോൾ ഏകദേശം വൈകുന്നേരം 3 മണിയാവുന്നു. പക്ഷെ ഇരുട്ട് വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട്, ഒപ്പം കോടമഞ്ഞും. മിത്രയാണെങ്കിൽ തന്റെ ധാവണിയുടെ തുമ്പുകൊണ്ട് നന്നായി പുതച്ചിട്ടുണ്ട്. എങ്കിലും അവൾ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് രുദ്രൻ ആ കാര്യം പോലും ചിന്തിച്ച്. അവന് പക്ഷെ തണുപ്പൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ സാധാ ഒരു ഷർട്ടും പാനുമാണ് ധരിച്ചത്. രുദ്രൻ ചുറ്റുപാടും നോക്കിയപ്പോൾ മനസ്സിലായി, അധികം മനുഷ്യവാസമില്ലാത്ത സ്ഥലത്താണ് താൻ എത്തിപ്പെട്ടതെന്ന്. ടൗണിൽ നിന്ന് അല്പം ദൂരേക്ക് തങ്ങൾ വന്നു പോയിട്ടുണ്ടെന്ന് അവൻ അപ്പോൾ തോന്നി. താറൊന്ന് സൈഡാക്കി നിർത്തിക്കൊണ്ട് പുറകിലെ സീറ്റിൽ വെച്ചിരിക്കുന്ന ബാഗിൽ നിന്നൊരു ജാക്കറ്റ് എടുത്ത് അവൻ മിത്രക്ക് നേരെ നീട്ടി. ഡോ, ഇതിട്ടോ, ഇല്ലെങ്കിൽ നീ തണുത്തു മരവിച്ച് ചത്തുപോകും. അവളുടെ മുഖത്ത് നോക്കാതെ മടിയിലേക്ക് ആ ജാക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ട് അവൻ ചുറ്റുപാടും നോയിക്കൊണ്ട് വണ്ടി ഓഫ് ചെയ്ത് ഇറങ്ങി. നാശം പിടിക്കാം, ഏത് കഷ്ടകാലം പിടിച്ച സമയത്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി മുത്തശ്ശനോട് സമ്മതാണെന്ന് പറയാൻ തോന്നിയത്. ഇറങ്ങിയപ്പോൾ മുതൽ ശകുനപ്പിഴകളാ. രുദ്രൻ മിത്രയൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. ഇത് കേട്ട മിത്രയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം അവൾ കാരനാണല്ലോ ഇപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ച്. എങ്കിലും അവനോടൊന്നും പറയാതെ മുഖം കുനിച്ച് ആ ജാക്കറ്റും കയ്യിൽ പിടിച്ചിരുന്നു മിത്ര. ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് മൊബൈലെടുത്ത് ആരെയോ വിളിക്കാനൊരുങ്ങിയ സമയം രുദ്രൻ വെറുതെ മിത്രയെ നോക്കിയപ്പോൾ കണ്ടു. താൻ കൊടുത്ത ജാക്കറ്റ് മുറുകെ പിടിച്ച് താഴേക്ക് മുഖം കുനിച്ചിരിക്കുന്നവളെ.
ഞെട്ടിക്കൊണ്ട് മിത്ര രുദ്രനെ നോക്കി. നിന്നോട് ഞാൻ ആ ജാക്കറ്റ് എടുത്തിടാനല്ലേ പറഞ്ഞ്, എന്നിട്ടത് കാഴ്ച കണ്ടിരിക്കുന്നത് ഈ മഞ്ഞത്ത് മരവിച്ച് ചാവാനാണോ? അവന്റെ അടുത്ത അലർച്ച വന്നു. അവൾ വേഗം തല വിലങ്ങനെ ആട്ടിക്കൊണ്ട് അല്ല എന്ന് പറഞ്ഞ് അവൻ കൊടുത്ത ജാക്കറ്റ് എടുത്തണിഞ്ഞു. മിത്രയൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് വീണ്ടും രുദ്രൻ മൊബൈൽ നമ്പർ തിരിയുന്ന സമയത്താണ് താറിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ തന്റെ പിറകിലായി ഏതോ ഒരുവൻ നിൽക്കുന്നു. അവന്റെ കയ്യിലുള്ള വടിവാള് രുദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പുറകിൽ നിൽക്കുന്ന ഗുണ്ട എന്ന് തോന്നിക്കുന്ന ഒരുവൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ രുദ്രന്റെ പുറകുവശം നോക്കി ആഞ്ഞു വെട്ടാനൊരുങ്ങിയതും പിന്തിരിഞ്ഞ് രുദ്രൻ തന്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് അവന്റെ നെഞ്ചും കൂടി നോക്കി ഒരൊറ്റ ഇടി കൊടുത്തു. ഒരേ സമയമായിരുന്നു. മലർന്നടിച്ചുകൊണ്ട് മറ്റുള്ള ഗുണ്ടകളെയും ഡൊമിനിക്കിനെയും കാൽച്ചുവട്ടിലേക്ക് ഒരുവൻ വന്ന് വീണതും ഡൊമിനിക്കടക്കം എല്ലാവരും താഴെ കിടക്കുന്നവനെ രുദ്രനെ മുറുകിയ മുഖത്തോടെ നോക്കി നിന്നു. പിന്നെ രുദ്രനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഡൊമിനിക്ക് പറഞ്ഞു, എടാ മര്യാദക്ക് വിട്ടുപിടിച്ചോ, ഇത് സ്ഥലം വേറെയാ. ഞങ്ങളും നിന്റെ വണ്ടിയിലിരിക്കുന്ന ആ പെണ്ണ്, അവളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. വെറുതെ ഇടങ്കോലിടാൻ വരേണ്ട. നീ പോലും അറിയാതെ നിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പറന്നു പോകും. വെറുതെ എന്തിനാ ഈ നല്ല പ്രായത്തിൽ ചത്തുമലച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു? ജീവനി കൊതിയുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഞങ്ങൾ ഏൽപ്പിച്ച് വേറെ സ്ഥലം വിട്ടോ. ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വടിവാളിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ പിക്കുമില്ല, ഞാൻ നോക്കിയത് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് വയലൻസ് ആണ്, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. അപ്പം ആ കാര്യം മാത്രം ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ബാക്കിയൊക്കെ ഞാൻ പറ്റുന്ന പോലെ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പോയി ബാക്കി കണ്ടോപ്പം. തന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ രുദ്രന് നേർക്ക് നീട്ടിക്കൊണ്ട് ഡൊമിനിക്ക് വല്ലാത്തൊരു ഭാവത്തോട് അവനോട് പറഞ്ഞു. അത്രയും നേരം താറിൽ വല്ലാത്തൊരവസ്ഥയിലിരുന്ന മിത്ര സ്വഭാവത്തിലേക്ക് വന്നതും പെട്ടെന്ന് തന്നെ താറിൽ നിന്നിറങ്ങി രുദ്രന്റെ പുറകിലേക്കായി ഓടിച്ചെന്ന് നിന്നവൾ. കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു മിത്രയുടെ. ഇപ്പോൾ വന്ന ഗുണ്ടകൾ തന്നെ തേടിയാണ് വന്നതെന്ന് പറയുന്നത് അവൾ കേട്ടതും ഒരു നിമിഷം രാകേഷിന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. അറിയാതെ തന്നെ മിത്രയുടെ കൈകൾ രുദ്രന്റെ ഷർട്ടിലായി മുറുകെ പിടിച്ച്. ഈ സമയം രുദ്രൻ ഗുണ്ടകളെല്ലാം നോക്കി കാണുകയായിരുന്നു. പിന്നീട് തന്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് ചുണ്ടിൽ വെച്ച് കത്തിച്ചുകൊണ്ട് പുകച്ചുരുകൾ മുകളിലേക്ക് വലിച്ചൂതി വിട്ട് അവൻ, എന്താടാ ഒന്നും പറയാനൊന്ന് പുകച്ചു വിടുന്നത്? നിനക്കെന്താ ചെവി കേൾക്കില്ലടാ നായേ? അതും പറഞ്ഞ് ഡൊമിനിക്ക് രുദ്രന്റെ അടുക്കിലേക്ക് പാഞ്ഞു ചെന്നു. ഒരു നിമിഷം ഡൊമിനിക്ക് വടിവാളം കൊണ്ട് വരുന്ന കണ്ടത് മിത്ര അറിയാതെ തന്നെ തന്റെ മുഖം രുദ്രന്റെ പുറകുവശത്തേക്ക് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു നിന്നു. പേടി കൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. അതെല്ലാം രുദ്രന്റെ ഷർട്ടിലൂടെ ഊർന്നിറങ്ങി അവന്റെ നഗ്നമായ പുറത്തെട്ടിയതും ആ ഭാഗം പൊള്ളുന്ന പോലെ രുദ്രനെ തോന്നി. അലറിക്കൊണ്ടുവന്ന ഡൊമിനിക് രുദ്രന്റെ അടുത്തെത്താനായതും അത്രയും നേരം താഴേക്ക് നോക്കുന്ന രുദ്രൻ തന്റെ രക്തവർണ്ണമായി മാറിയ ചുവന്ന കണ്ണുകളോടെ മുറുകിയ മുഖത്തോടെ ഡൊമിനിക്കിന് നേരെ തലയുയർത്തി നോക്കിയത് അവന്റെ കഴുത്തിൽ ആഞ്ഞ് കുത്തിപ്പിടിച്ച ഒരേ സമയമായിരുന്നു. ഒരു നിമിഷം ഡൊമിനിക്കിന് ശ്വാസം എടുക്കാൻ പോലും കഴിഞ്ഞില്ല. അവന്റെ കണ്ണുകൾ തുറിച്ചുന്തി പുറത്തേക്ക് വന്നു. ശരീരം തളരുന്ന പോലെ തോന്നിയ ഡൊമിനിക്കിന്റെ കയ്യിൽ നിന്നും വടിവാൾ താനെ ഊർന്ന് താഴേക്ക് വീണുപോയി. ശ്വാസം കിട്ടാതെ ഡൊമിനിക്ക് പിടഞ്ഞതും അവൻ രുദ്രന്റെ കൈകൾ തന്റെ കഴുത്തിൽ നിന്ന് വിടിവിക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി നോക്കി. പക്ഷേ എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ഡൊമിനിക്ക് തന്റെ വലത് കൈ ഉയർത്തി രുദ്രന്റെ മുഖം നോക്കി അടിക്കാൻ ഒരുങ്ങിയതും നിമിഷ നേരം കൊണ്ട് ആ രുദ്രൻ ഡൊമിനിക്കിന്റെ കഴുത്തിൽ പിടിച്ച് അവനെ ഉയർത്തിയെടുത്ത് നിലത്തേക്ക് മലർത്തി അടിച്ചുകൊണ്ട് രുദ്രന്റെ മുട്ടുകാൽ അവന്റെ നെഞ്ചിലോട്ടായി അമർത്തി വെച്ചത്. തൽക്ഷണം ഡൊമിനിക്കിന് തന്നെ നട്ടിലൂടെ എന്തോ ഇരച്ചു കയറുന്ന പോലെ തോന്നി. വേദന കൊണ്ട് അവൻ അറിയാതെ നിലവിളിച്ചു. ആലറിൽ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ രുദ്രൻ തന്റെ വലതുകാൽ ഉയർത്തി ഡൊമിനിക്കിന്റെ വാരിലിന്റെ ഭാഗത്തായി ഒരൊറ്റ ചവിട്ടായിരുന്നു. ആ ചവിട്ടിൽ ഡൊമിനിക്ക് രണ്ടു മലക്കം മറിഞ്ഞ് അവൻ തന്റെ കൂട്ടിന്റെ അടുക്കിലേക്ക് ചെന്ന് വീണു. തലയിൽ ആരോ ഇരുമ്പ് കൂടെ അടിച്ച പോലെയാണ് ഡൊമിനിക്കൻ തോന്നിയതെങ്കിലും പകയോടെ അവൻ അപ്പോഴും രുദ്രനെ തന്നെ നോക്കിയിരുന്നു. കൊന്നു തള്ളടാ കണ്ടിന്, അവൻ അലറിക്കൊണ്ട് തന്റെ കൂട്ടാളികളോട് പറഞ്ഞു. ബാക്കിയുള്ള 4 പേരും വടിവാളും കൊണ്ട് രുദ്രന്റെ അടുക്കിലേക്ക് ഓടി അടുത്തു. പെട്ടെന്നാണ് ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇടിയും മിന്നലും ഒപ്പം മഴയും ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയത്. ഡൊമിനിക്കിന്റെ നിർദ്ദേശപ്രകാരം രുദ്രന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത ഗുണ്ടകളിൽ ഒരുവൻ അവന്റെ അടി കൊണ്ട് പറന്ന് നേരെ നിലത്തി വീണുപോയി. ഒപ്പം തന്നെ അതിശക്തമായ മഴ എല്ലാവരെയും നനച്ചു കളഞ്ഞു. വാടാ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ ക്ഷമിക്കുക. ഞാൻ ഇനി കുറച്ചുകൂടെ ഈ ഒരു എപ്പിസോഡിൻ്റെ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. എൻ്റെ എഡിറ്റർ എനിക്ക് പണി തരുന്നുണ്ട്. കാരണം കുറേ നേരമായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നു. അപ്പോൾ സ്റ്റക്കായി ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും സ്റ്റക്കായാണിത് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാനിത് ഇവിടെ നിന്ന് നിർത്തുവാണ്. അടുത്തതുമായിട്ട് മാക്സിമം ഞാൻ വേഗം വരാൻ നോക്കാം. അപ്പോൾ ശരി, എന്നാൽ ബൈ.